രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. ഇടുക്കി തേർഡ് ക്യാമ്പിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നിന്നാണ് ഇപ്പോൾ വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നത്. രാഹുൽ, അവിടെ എന്താണ് ഉയരുന്ന പരാതി? ഈ കെട്ടിടം സംബന്ധിച്ചാണോ ആശങ്കയുള്ളത്? എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ? തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഈ കാണുന്ന ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട് പരാതികൾ നേരത്തെ മുതൽ തന്നെ ഉയർന്നിട്ടുള്ളതാണ്. അതിനു മുമ്പ് നമ്മൾ ആദ്യമേ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇടുക്കി ജില്ലയിൽ ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ഒന്നുകൂടിയാണ് ഈ കല്ലാറിലേത്, തേർഡ് ക്യാമ്പിലേതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മികച്ച ഡോക്ടർമാരുടെ സേവനം മാത്രമല്ല, തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിനുശേഷം മാത്രമേ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം 1982 ഈ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതൊരു കണ്ടമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവിടെ മണ്ണിട്ട് നികത്തി അതിന് മുകളിലാണ് ഫില്ലർ അടിച്ച് ഈ കെട്ടിടം പണിതിരിക്കുന്നത്. അതിന്റെ ഈ 40 വർഷത്തെ, അതായത് 43 വർഷത്തെ പഴക്കം ഈ കെട്ടിടത്തിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇതിന്റെ സീലിംഗ് ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുകയും അതുപോലെ തന്നെ കോൺക്രീറ്റിന്റെ കമ്പികളൊക്കെ തെളിഞ്ഞു കാണുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ പലതവണ പരാതിയായി മുന്നോട്ട് വന്നിട്ടുള്ളതുമാണ്. പാമ്പാടുംപാറ പഞ്ചായത്തിന്റെ അധീനതയിലാണ് ഈ കെട്ടിടം ഇരിക്കുന്നത്, ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഡോക്ടർ, ഇവിടുത്തെ ചീഫ് മെഡിക്കൽ ഓഫീസർ തന്നെ പലപ്പോഴായിട്ട് പഞ്ചായത്തിലേക്ക് കത്തുകൾ കൊടുത്തിട്ടുണ്ട്, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അത് നീളുന്നു എന്നുള്ളൊരു ആരോപണം കൂടി ഉയരുന്നു. ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം അത് ബാധിച്ചിട്ടുണ്ടോ? രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും? തീർച്ചയായിട്ടും കാലപ്പഴക്കം കാലപ്പഴക്കം രോഗികളെ ബാധിച്ചിട്ടുണ്ട്. ഇവിടെ നിരവധിയായ ആളുകൾ കിടത്തി ചികിത്സ, ഇവിടുത്തെ ഈ ആയുർവേദ ആശുപത്രിയുടെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ അവിടെ കിടത്തി ചികിത്സയാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പം ഇതിന്റെ IP ബ്ലോക്കാണ് ഈ കാണുന്നത്. ഇതൊരു 40 വർഷത്തോളം പഴക്കമുള്ള ഒരു ബിൽഡിംഗ്. അതിന്റെ കോൺക്രീറ്റ് പാളികൾ അടന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉയരുകയും ഇവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് വന്നൊരു മിനുക്ക് പണി ഇതിനെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ അപകടാവസ്ഥയിൽ തന്നെയാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. അങ്ങനെ തന്നെയാണ്. മഴ പെയ്താൽ നല്ല രീതിയിൽ ചോർന്നിരുന്ന ഒരു കെട്ടിടമാണ്. അതിന് മുകളിൽ ഒരു റൂഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചോർച്ചയില്ല. പക്ഷേ ഇപ്പോഴും അതിന്റെ പല ഭാഗങ്ങളിലും വിള്ളൽ ഉൾപ്പെടെ കാണുകയും ചെയ്യുന്നുണ്ട്. പാമ്പാടുംപാറ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും അതുപോലെ തന്നെ ഈ കെട്ടിടം ഇരിക്കുന്ന വാർഡിന്റെ മെമ്പറും കൂടിയായിട്ടുള്ള മോഹൻ, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. ഇതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്, ഈ കെട്ടിടത്തിന്റെ കസ്റ്റോഡിയൻ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യം അദ്ദേഹത്തിന് പറയാൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം ഇതിനെ വലിയ സാരമായി ബാധിച്ചിട്ടുണ്ടോ? നിലവിൽ ഇതിന്റെ അവസ്ഥ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള മിനുക്കുപണികൾ ഇതിലേക്ക് നടത്താൻ ഇനിയുണ്ടോ? നിലവിൽ കെട്ടിടത്തെ സംബന്ധിച്ച് കെട്ടിടത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഏറ്റവും സേഫ്റ്റിയായി പണിതിരിക്കുന്നതാണ്. 45 വർഷക്കാലമായെങ്കിലും ആദ്യകാലത്ത് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഏറ്റവും സേഫ്റ്റിയായിട്ട് തന്നെയാണ് പണിതിരിക്കുന്നത്. ഇപ്പം അതിന്റെ മണ്ടയിൽ വർഷങ്ങൾക്ക് മുമ്പ് മണ്ടയിൽ ഫ്ലാഷൊക്കെ ചെയ്തതുകൊണ്ട് അതിന്റെ അകത്ത് ചെറിയ പനിച്ചിലുണ്ടായിരുന്നു. ആ പനിച്ചിൽ മാറാൻ വേണ്ടി ഇപ്പോൾ 13 ലക്ഷം രൂപ മുടക്കി അതിന്റെ പ്രൂഫ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. മറ്റു രീതിയിലുള്ള യാതൊരു പ്രശ്നവുമില്ല. ഇപ്പൊ പുതിയൊരു കെട്ടിടം 1 കോടി രൂപ ഇവിടുത്തെ MLAയുടെ ഫണ്ട് വെച്ചുകൊണ്ട് പുതിയൊരു കെട്ടിടം പണിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കോൺട്രാക്ടർ എടുത്തിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനം മഴ കാരണമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് പാളികൾ, അതിന്റെ മുകളിൽ സീലിംഗ് ഒക്കെ അടർന്നു വീണതായിട്ട് പല വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. അത്തരത്തിൽ ആളുകൾ പരാതിയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പരിഹരിക്കും. ഇതിനു മുമ്പ് അതിന്റെ ഇടയ്ക്ക് 1-2 സ്ഥലത്തായിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും അപകടമോ മറ്റോ ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല. അത് അവര് കിടക്കുന്നിടത്തല്ല, അത് ഇപ്പുറത്തെ വേറൊരു ഭാഗമായിട്ടുള്ള സ്ഥലത്താണ്. ഇപ്പോൾ 1 വർഷക്കാലമായിട്ട് ഒരു പ്രശ്നവുമില്ല. കാരണം വെച്ചാൽ പുതിയ റൂഫിംഗ് ചെയ്തതിന് ശേഷം വെള്ളത്തിന്റെ പനിച്ചിലും മറ്റെല്ലാം നിന്നിട്ടുണ്ട്. എന്താണേലും ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തുനിന്നുള്ളവർ ഉൾപ്പെടെയാണ് വന്ന് ഇവിടെ ചികിത്സ തേടുന്നത്. അവർക്കുള്ള എല്ലാ സഹായവും ഈ രീതിയിൽ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വർഷം 25 ലക്ഷം രൂപയുടെ മരുന്നാണ് ഇവിടെ വിനിയോഗിക്കുന്നത്. അതുപോലെ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പോരായ്മകൾ പരിഹരിച്ച് ഏറ്റവും അടുത്ത നാളുകളിലായിട്ട് മാറ്റിക്കൊടുക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് പഞ്ചായത്ത് ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കെട്ടിടത്തിൽ കിടപ്പ് രോഗികൾ ഉള്ളതാണ്. അതുപോലെ തന്നെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും വാർഡ് ഇവിടെയാണ്. എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ഇവിടെ വരുന്ന രോഗികൾക്ക് അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇടയാക്കും എന്നുള്ളത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. നിലവിൽ എന്തായാലും ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം അത് ഒരു പ്രശ്നം തന്നെയാണ്. 43 വർഷമായി ജനദേവൻ MLA ആയിരുന്ന സമയത്താണ് ഈ കെട്ടിടം ഇവിടെ പണിയുന്നത്. പിന്നീട് ഈ 43 വർഷവും ഇവിടെ തന്നെയാണ് ഈ ആയുർവേദ ആശുപത്രിയുടെ പ്രധാന വിഭാഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. അവിടെയുള്ള പോരായ്മകൾ, അത് പ്രശ്നം, അത് നാട്ടുകാർ പലപ്പോഴായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടി അടിയന്തരമായിട്ട് ഉണ്ടാവുകയും വേണം.